സാറേ ഞാന് ഒരു മാസത്തിൽ കൂടുതലായി യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടായിരുന്നു ആദ്യം. ഒരു മാസത്തിൽ കൂടുതലായി ഗ്രൂപ്പിലേക്ക് കയറിയിട്ട്. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഞാന് സാറ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമുക്ക് വരുന്ന പൈസ എഴുതി ഒരു ബോട്ടിലിട്ട് വെക്കാൻ പറഞ്ഞിരുന്നല്ലോ. അത് ഇട്ട് വെച്ചതിന് ശേഷം ഇന്ന് വരെ എല്ലാ ദിവസവും എനിക്ക് ഓരോ എമൗണ്ട്, സാലറി അടക്കം അങ്ങനെ ഓരോ എമൗണ്ട് ഇന്ന് വരെ എൻ്റെ കയ്യിൽ വന്നു. വന്നാൽ അതുപോലെ ചെലവാകുന്നുണ്ട്, എന്നാലും അത് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു. എല്ലാവരും ഒരു സ്നേഹം പ്രകടിപ്പിച്ച് അത് അത്രയും എഫക്റ്റീവായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വണ്ടർഫുൾ അല്ലേ. പിന്നെ രണ്ടാമത് പറഞ്ഞത് ചെലവാകാതെ കാശ് നിന്നാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും അല്ലേ? ഡെഡ് മണി ആവും അല്ലേ? നമുക്കത് വേണം. അബൻഡൻസ് മീൻസ് ഫ്ലോ ഓഫ് മണിയാണ് അല്ലെ? ഫ്ലോ ഓഫ് മണിയാണ് അബൻഡൻസ്. അപ്പോൾ ചെലവാകട്ടെ, ചെലവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ഗുണമുള്ള ചെലവാക്കി, ചെലവ് മാറ്റി ഗുണമുള്ള ചെലവാക്കി മാറണം. അപ്പോൾ ശരിയാവില്ലേ അല്ലേ? അത് സാർ, ഗുണമുള്ള ചെലവ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് യൂസ് ചെയ്തത്. പക്ഷെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. ഒരു സാലറി അല്ലെങ്കിൽ 1-2 ദിവസം സാലറി കിട്ടിയ ഒരു 3-4 ദിവസം കൊണ്ട് അത് തീർന്ന് പിന്നെ വിഷമിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇത് ഈ മാസം എനിക്ക് അങ്ങനെയല്ല. അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. എനിബഡി ഹാവ് എനിത്തിങ് എൽസ് ടു സേ? ഇല്ലല്ലോ. സാറേ എനിക്ക് ഇന്ന് 10,000 രൂപയുടെ ഒരു ചെക്ക് കിട്ടി. അത് 2 മാസം കഴിഞ്ഞ് കിട്ടുള്ളൂന്നാ പറഞ്ഞു. അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ച ചെക്കാണ്, അത് ഇന്ന് കിട്ടി. പിന്നെ 4,000 രൂപ ഇന്നലെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇങ്ങനെ പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇനി നമ്മളുടെ മറ്റേ പൈസ കിട്ടണം, അതിനുള്ള അഫർമേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്ഥലം കൊടുക്കാനുള്ളത് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇങ്ങനെ അഫർമേഷൻ വെച്ചേക്കുന്നു. പിന്നെ സാറേ, എൻ്റെ മകന് സാലറി കിട്ടിയിട്ടില്ല. പുള്ളി ആകെ ടെൻഷനിലാണ്, സാലറി കിട്ടാത്ത കാരണം. അതിനിപ്പോ എന്താ ചെയ്യാ സാറേ? ഞാനിങ്ങനെ അഫർമേഷൻ എഴുതുന്നുണ്ട്, കിട്ടണം ഡിസംബറിൽ കിട്ടണമെന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്. അവന് കിട്ടാതിരിക്കാനുള്ള റീസൺ സർക്കാരിന്റെ അടുത്ത പേപ്പർ പ്രശ്നങ്ങളാണ്. മറ്റേ ഇതാണല്ലേ. അത് ഒന്നിച്ചു വരൂല്ലോ. വരുമ്പോ സർക്കാർ കടം മേടിക്കാൻ നടക്കുന്ന സർക്കാരിന്റെ അടുത്ത് പൈസ തരാനില്ലല്ലോ. അതുകൊണ്ട് സർക്കാർ തന്നെ കടത്തിലല്ലേ, വരും, ഒന്നിച്ചു വരും. ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്, ശരിയാണ്. പക്ഷെ എങ്ങനെ സർക്കാരിന്റെ പൈസ ഇല്ലേ? ഇപ്പൊ സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും പൈസ കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? അത് വരും, സർക്കാരിന്റെ പൈസ വരും, അത് വരും. സർക്കാർ പി എഫിലേക്ക് ഇട്ട പോലെ വിചാരിച്ചാൽ വരുമ്പോ ഒന്നിച്ചു വരും. സോ അല്ല, അതാണ് സർക്കാരിന്റെ പൈസ. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് വരാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, വന്നല്ലേ പറ്റൂ. സർക്കാരിന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് വരും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ക്ലാസ് അല്ലേ? മ്യൂട്ട് ചെയ്യൂ. 2 പേരും കൂടി വന്നാൽ നമുക്ക് തുടങ്ങാം. 109, 110, 111 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ തന്നെ മാജിക്കൽ നമ്പറിൽ തുടങ്ങാം. 2 പേരും കൂടി വന്നാട്ടെ. ഇന്ന് നമ്മൾ മുഴുവൻ സംസാരിക്കും. യെസ്, നൗ വി ആർ ഓക്കെ. അൺമ്യൂട്ട് ഓൾ. താങ്ക് യു. എല്ലാവരും താങ്ക് യു അടിച്ചത്, ലവ് അടിച്ചത്. ഒരു 111 കഴിഞ്ഞു, 114. ഓക്കെ, ഫൈൻ. നൗ ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട്. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ഐശ്വര്യത്തോടെയും കൂടിയുള്ള ദിവസങ്ങൾ എന്നും ഉണ്ടാവട്ടെ എന്നുള്ള നിത്യ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ഈ യാത്രയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അതിൻ്റെ പേരാണ് അബൻഡൻസ് എന്ന് പറയുന്നത്. എങ്ങനെയോ എന്തോ തുടങ്ങി വെച്ച് എവിടെ എത്തി, പക്ഷെ എല്ലാവരും അതിൻ്റെ ഭാഗവാക്കായി മാറുന്നു എന്നുള്ളത്. ചിലവർക്ക് പറഞ്ഞത് നേരത്തെ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു, ശ്രദ്ധിച്ചു ഗ്രൂപ്പിൽ. കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു അനുഭവം സംഭവിക്കുന്നില്ല, പക്ഷെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതല്ലേ നമുക്ക് ആവശ്യം അല്ലേ? അതാണ് ഏറ്റവും ആവശ്യം. ഓരോ ദിവസവും മിറാക്കിളുകളാണ് നമ്മുടെ മുന്നിൽ വന്നു പോകുന്നത്, മിറാക്കിളുകളാണ് സംഭവിക്കുന്നത്. ഇപ്പം നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ മുമ്പേക്ക് കാശൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എല്ലാം അറിയുകയാണ് ചെയ്യുന്നത്, എല്ലാം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്.
മുമ്പേ ഉള്ളതിനേക്കാളും അനുഭവത്തിന് ഇപ്പോൾ നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പം ഞാനിവിടെ സൂം ക്ലാസ് ഓപ്പൺ ചെയ്തപ്പോൾ ഹൗ ഡു യു ഫീൽ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഹാപ്പി തന്നെയാണ് അല്ലേ? ഹാപ്പി 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 ഹാപ്പി. വൈകുന്നേരം ഈ സമയമാവാൻ കാത്തിരിക്കുകയാണ് ഒന്നുകൂടി ഹാപ്പീനെ ഒന്ന് പുറത്തോട്ട് എടുക്കാനായിട്ട് അല്ലേ? സി ദിസ് ഇസ് ചേഞ്ച്. ഇതെന്താ സംഭവിക്കുന്നത്? നിരന്തരമായ ഫോക്കസ്, അതിലേക്ക് ശ്രദ്ധയോടെ, അതിൽ വേണമെന്നുള്ള കൃത്യമായ വാജ്ഞയോടെ അല്ലേ, ആ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് സ്പ്രെഡ് ചെയ്ത് വരുന്ന സാധനമുണ്ടല്ലോ, സിനർജി എന്ന് പറയുന്നത്, അത് എല്ലാവരിലും എത്തുകയും എല്ലാവരിലും അത് നിറയുകയും ചെയ്യുന്നു. ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഇത് നിറയുക തന്നെ ചെയ്യും. അസോസിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ജീവിതത്തെ മാറ്റപ്പെടുത്താനായിട്ട് നമ്മൾ ഒരുപാട് പ്രക്രിയകളൊന്നും ചെയ്യേണ്ടതില്ല. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്താൽ മാത്രം മതി. എവ്രിബഡി എവ്രി ടൈം ഓൾ ദ ടൈംസ് വിൽ ബി ഹാപ്പി ഹാപ്പി ഹാപ്പി. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല എങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും പ്രത്യേകതയുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് കാരണം നമ്മൾ യാത്രയിൽ നമ്മൾ നിരന്തരം ഇത് പറയാൻ തുടങ്ങിയതിന് ശേഷം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏഞ്ചൽ നമ്പറുകൾ. നിരന്തരമായി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ദിവസം ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തു. ഇന്നത്തെ ക്ലാസ് ഇത് ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേക ദിവസമായതുകൊണ്ടാണ് ശരിക്കും 11-11-11 തന്നെ എടുക്കണമായിരുന്നു. പക്ഷെ അത് നമ്മൾ പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം 11-11. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് 7 എലിമെന്റ്സ് ഓഫ് മെഡിറ്റേഷനും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 11-11 പ്രത്യേകതയും നമ്മൾ ആ മെഡിറ്റേഷനിൽ ചെയ്യാൻ പോകുന്ന കാര്യവും ഒന്നേപോലെ യൂണിവേഴ്സ് കണക്ട് ചെയ്തതെന്നാണ്. നമ്മളായിട്ട് ചെയ്തതൊന്നുമല്ല. ഇത് മുൻകൂട്ടി ഞാൻ പ്ലാൻ ചെയ്തൊരു മെഡിറ്റേഷനും അല്ല, മുൻകൂട്ടി ചിന്തിച്ചതൊന്നുമല്ല. പെട്ടെന്ന് നമ്മൾ ഗ്രൂപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ക്വിക്കായിട്ട് എവിടുന്നോ വന്ന ഒരു ഉൾവിളിയാണ് ഇങ്ങനൊരു സംഭവം വേണമെന്ന്. അത് വന്ന് എങ്ങനെയാണ് ആ രീതിയിലാക്കി എടുക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അത് എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ എന്ന് മാത്രം വിശ്വസിക്കാനാണ് ഏറ്റവും ഇഷ്ടം. സർവേശ്വരൻ അതിലുള്ള എല്ലാ ഇതും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പം അത്രയും കണ്ട് നമ്മൾക്ക് എന്താ പറയാ, ലക്കി ഡേ ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ 11-11-11 എന്ന് ശരിക്കൊന്ന് 11-11 എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. എത്ര പേര് കണ്ടു എന്നറിയില്ല. കാണാത്തവർ വീണ്ടും തിരിച്ചു പോയിട്ട് ആ ലിങ്ക് ഒന്ന് കാണുക, അത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം കണക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഞാൻ യൂട്യൂബ് വീഡിയോക്ക് നാളെ ഇടുന്നതിൻ്റെ താഴെയും ആ ലിങ്ക് ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ കൂടുതലായിട്ട് വ്യക്തത വരും. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ 7 days ഓഫ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ എന്താ പറയുക, അത്രയും ദൈവികതയോട് കൂടി ആയിരിക്കണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ആരെങ്കിലും ചേരാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചേരാം. ഇനി ഒരു ദിവസം ഈ 11-11 ദിവസത്തിൽ നിങ്ങൾക്ക് ചേരാൻ സാധിക്കില്ല. 11 ദിവസത്തിന് പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് ക്ലിയർ ആവും. നമ്മൾ എന്താണ് 11-11 കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള ഒന്നാമത്തെ ചോദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ന്യൂമറിക്കൽ സംഖ്യ പ്രത്യേകതയുള്ളൊരു സംഖ്യയാണ് മറ്റേത് സംഖ്യയെക്കാളും. കാരണം ജീവിതത്തിൻ്റെ മാറ്റത്തിന്, ജീവിതത്തിൽ ചില ഉയർച്ചകളെ, ജീവിതത്തിൽ ചില നമ്മുടെ ഉന്നതിയെ ആഗ്രഹിക്കുന്നവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറാണ് 111. അതായത് 4111 എന്ന് പറയുന്നത്. 4 പറയാം, 3 പറയാം, എത്ര പറഞ്ഞാൽ 3 പ്രത്യേകത എന്താണ് ഇത് സംഭവിക്കുന്നത്? വളരെ കൃത്യമായി ഒന്ന്, ആത്മീയമായ തലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് അയാൾ റെഡിയാണെന്ന് കൃത്യമായി യൂണിവേഴ്സ് നൽകുന്ന സന്ദേശമാണ് 111 എന്ന് വെച്ചാൽ. എന്തുകൊണ്ട് നിങ്ങളിത് കാണുന്നു എന്ന ചോദ്യത്തിനർത്ഥം, ഉത്തരം, നിങ്ങളിത് കാണാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ കണ്ടു ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ടോ. ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഏത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആത്മീയതയുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആ മൂല്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് മിക്കവരും കാണും. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാർ നെറ്റ്വർക്കിൽ എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്.
അപ്പോൾ ആത്മീയത. രണ്ടാമത്തെ കാര്യം, നമുക്കിത് വിശ്വാസത്തിൻ്റെയും തത്വചിന്തയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. എന്താണ് ഇതിനകത്ത്? ഒന്നാമത്തെ കാര്യമില്ല, ആത്മീയമായി ഉണർവ് നൽകുന്ന ഒരു സന്ദേശമാണത്. നിങ്ങൾ യു ആർ സ്പിരിച്വലി എവേക്കൻ ആണ് എന്ന്, ആ ജേണിയിലേക്ക് കടക്കാൻ നിങ്ങളുടെ പാകപ്പെട്ടു എന്ന് യൂണിവേഴ്സ് പറയുന്നതാണ്. ബാക്കി ഇനി പ്രവർത്തനം നിങ്ങളാണ് ചെയ്യേണ്ടത്. പാകപ്പെട്ടു എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത് അനുഭവിക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ആഗ്രഹങ്ങളുടെ സഫലീകരണം ഇവിടെ സാധ്യമാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സഫലീകരണത്തിന് എല്ലാ പോസിബിലിറ്റീസും യൂണിവേഴ്സ് സെറ്റ് ചെയ്തതുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ സെറ്റായി എന്നതിൻ്റെ അർത്ഥമല്ല, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് അതിനുള്ള സന്ദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചാലകം, അതിനുള്ള പാത്ത് കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളാണ് നിങ്ങളുടെ ഉയർന്ന ചിന്താരീതിയും നിങ്ങളുടെ ഉണർവും ഉന്മേഷവും കൊണ്ട് അത് നേടിയെടുക്കണം എന്നുള്ള സന്ദേശമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കൃത്യമായി ഞാൻ ആ ആർട്ടിക്കിളിൽ എഴുതി തരുന്നുണ്ട്. അത്രയും നമുക്ക് പറയാൻ സാധിക്കില്ല ഇവിടെ, സ്പഷ്ടമായി ചെറിയ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രദ്ധാപൂർവമായ പ്രവർത്തനം നിങ്ങൾ നടത്തണമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്ദേശം നൽകുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഇത് ചെയ്യുക. രണ്ട് കാര്യം. മൂന്നാമത്തെ കാര്യം, ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ യു, ബിക്കോസ് യൂണിവേഴ്സിന്റെ ചാലകം, അതായത് ഗോൾഡൻ ഗേറ്റ് എന്നാ പറയാം, ആ ഗോൾഡൻ ഗേറ്റ് നിങ്ങൾക്കായി തുറക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് ചെയ്യുക. നിങ്ങൾക്ക് ബാക്കി തടസ്സങ്ങളൊന്നുമില്ല. എല്ലാ രീതിയിലും നിങ്ങൾ തുടങ്ങുക, നടത്തുക എന്നുള്ള ഒരു പുതുമ എപ്പോഴും ആ പുതുമയ്ക്കുള്ള സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പുതുമ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അത് എന്തും ആവാം. നമ്മുടെ ഹാബിറ്റ്സ് ആവാം, നമ്മുടെ മറ്റെന്തു കാര്യമാകാം, പഠനമാകാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആവാം, എന്തുമാകാം. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി വാതിലുകൾ തുറക്കപ്പെട്ടിട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ. ഇത് നാലാമത്തെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിനാൽ സെക്യൂർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വളരെ കൃത്യമായി സംരക്ഷണ രീതിയിലാണ്, യൂണിവേഴ്സിന്റെ സംരക്ഷണയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യമാണ് നാലാമത്തെ ഒന്നെന്ന് പറഞ്ഞാൽ. അങ്ങനെ 4 ഒന്നുകൾ, 3 ഒന്ന് കാണുമ്പോൾ ഇതിൽ 1 കുറവായിരിക്കും, 4 ഒന്ന് പൂർണ്ണമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ബോധതലത്തിലുള്ള ഉണർവും ആത്മവിശ്വാസവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യൂണിവേഴ്സിന്റെ സന്ദേശമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഗോൾഡൻ ഗേറ്റ്സ് ഓപ്പൺ ടുഡേ എന്ന് പറയുന്ന സംഭവം. ഇന്നത്തെ ദിവസമാണ്. ഇതെനി കിട്ടണമെങ്കിൽ അടുത്ത വർഷം ആവണം, അല്ലെ? ഒരു വർഷം കൂടി കഴിയണം. എല്ലാ വർഷവും ഉണ്ട് എന്നുവെച്ചാൽ തീരുന്നുണ്ട്. ഇത് ഇന്ന് ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം കിട്ടിക്കൊള്ളൂ കേട്ടോ. കിട്ടാത്തവർ സങ്കടപ്പെടണം, അയ്യോ എനിക്ക് പോയല്ലോ എന്നിട്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. ഇനി അടുത്ത വർഷമുണ്ട്, ഇനി അടുത്ത തലവുമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനും ബോധപൂർവമായ വളർച്ചയെ നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമായി തയ്യാറായിരിക്കുന്നു. ഇനി ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചത് കൊണ്ട് തന്നെയാണ് ആത്മീയമായിട്ടും ഇത് സ്പിരിച്വലായിട്ടും പോസിറ്റീവായിട്ടും ഈ ദിവസത്തിന് ഏറ്റവും പ്രധാനമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് 7 days ഓഫ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 days ഓഫ് എന്താണ് നമ്മൾ 7 days മെഡിറ്റേഷൻ? ഇന്നലെ ഞാൻ യൂട്യൂബ് ലൈവിൽ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു. എന്നാലും ഒന്നുകൂടി പറഞ്ഞു തരാം. 7 days മെഡിറ്റേഷൻ നമ്മൾ ചെയ്ത 3 ദിവസം ചെയ്ത ഇന്റൻഷൻ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ എന്ന പ്രോസസ്സ് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. അതൊക്കെ അതിൻ്റെ രീതിയിൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 7 എലിമെന്റ്സ്, അതായത് 7 ചക്രകളും 7 ദിവസങ്ങളും 7 എലിമെന്റ്സുകളും നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ കറക്റ്റ് ചെയ്തുകൊണ്ട്, മനസ്സ്, ശരീരം, ആത്മാവ് എന്ന് പറയുന്നത് അലൈൻ ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലയും തുലനം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൃത്യമായി ബാലൻസ് ചെയ്തെടുക്കുക എന്നുള്ള പ്രക്രിയയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ജലമാകാം, അടുത്തത് എന്താണ് അറിയാം, 7 എലിമെന്റ്സ് നിങ്ങൾക്കറിയാം. 5 എലിമെന്റ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വാട്ടർ ഇന്നലെ ഞാൻ പറഞ്ഞു, വെള്ളം, അതുപോലെ തന്നെ ഫയർ, പിന്നെ നമുക്ക് ആകാശം, വായു, എർത്ത്. കൂടാതെ ഇനി ഇത് ഉണ്ടായാൽ നമ്മൾ ആയിക്കഴിഞ്ഞു.
ഇനി നമ്മൾ പൂർണ്ണമാവണമെങ്കിൽ 2 കാര്യങ്ങൾ കൂടുതൽ വേണം അതിനകത്ത്. ഒന്ന് നമ്മുടെ ബോധം എന്ന് പറയുന്നത്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊക്കെ മേലെയുള്ള ദൈവികത എന്ന് പറയുന്ന സംഭവം വേണം. രണ്ടാമത് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനം കൂടി ഉണ്ടാകുമ്പോഴേ പൂർണ്ണമാകുള്ളൂ അല്ലേ. അപ്പൊ ഇതാണ് 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾ ഏതായി ഒന്നുകൂടി പറയാം. 7 ആഴ്ചയിലെ 7 ദിവസങ്ങള് നമ്മുടെ 7 ചക്രാസ്, 7 എലിമെന്റ്സുകൾ, ഈ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് ഒന്നിച്ച് മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു അപൂർവത്തിൽ അപൂർവമായ മെഡിറ്റേഷൻ പ്രോസസ്സാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ മെഡിറ്റേഷൻ നിങ്ങൾ പുറത്ത് ഇവിടെ നിന്ന് ഇരുന്ന് പഠിച്ച് ചെയ്യുന്ന അല്ലാതെ കണ്ട് പുറത്ത് പോയി എന്നിട്ട് പഠിച്ച് പുറത്ത് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് മറ്റുള്ളവർക്കായി ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പോൾ സുധാകരൻ എന്നോട് ഇവിടെ വിളിച്ച് പറഞ്ഞ് ചെയ്യുന്നത് ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. അല്ലെങ്കിൽ പബ്ലിക്കിൽ ഷെയർ ചെയ്ത് കൊടുക്കരുത്, കാരണം അവർക്ക് ഇത് കണക്റ്റായി കിട്ടില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ആ മെഡിറ്റേഷൻ അകത്തുണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരാൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ പഠിക്കണം, അറിയണം. എന്താണ് വായു? വായു നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? വായു നമ്മുടെ ശരീരത്തിൽ എത്ര അംശമുണ്ട്? വെള്ളത്തിന്റെ അംശം എന്താണ്? വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണമുണ്ട് എന്താണ്? അപ്പൊ വെള്ളത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, വെള്ളത്തെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ചെയ്യണം, അവിടെ എന്താണ് ശബ്ദം ഉപയോഗിക്കേണ്ടത്, ഏതാണ് ഈ ഞാൻ തരുന്ന ഈ മെഡിറ്റേഷൻ വോയിസിന്റെ മ്യൂസിക്കിന്റെ പ്രത്യേകത, ഈ പ്രത്യേകത അറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ആ വോയിസ് മോഡുലേഷൻ വരുമ്പോഴുള്ള ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചക്രാസ് എങ്ങനെ വർക്ക് ചെയ്യണം അറിയാമല്ലോ. എല്ലാവർക്കും ചക്ര അറിയാലോ, 7 ചക്ര ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ചക്ര എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യേണ്ടത്, അപ്പൊ ഈ ശബ്ദത്തിൽ നിങ്ങളുടെ കണ്ഠനാളത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദവും തമ്മിൽ ഇതെങ്ങനെയാണ് അലൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായി ക്ലാസ്സിൽ പഠിപ്പിക്കും ഞാൻ. അത്രയും വിശദമായിട്ടുള്ളൊരു ക്ലാസ് ആണ്. വീണ്ടും പറയുന്നു, സമയം നമുക്ക് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും നിങ്ങൾക്കുമുള്ള സന്ദേശമാണ്, നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്യാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ മിസ്സാക്കരുത് ഈ ഗോൾഡൻ ചാൻസ്. ഇന്നത്തെ ദിവസത്തിന്റെ ഗോൾഡൻ ചാൻസ് മിസ്സാക്കരുത് ചെയ്യുക. അതില്ലെങ്കിൽ പിന്നെയും ആഴ്ചയിലെ ദിവസങ്ങളൊക്കെ ഇനിയും ഉണ്ട്, മെഡിറ്റേഷൻ ഇനിയും വരും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട, പൈസ ഇല്ലാത്തവർ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് പറ്റില്ല എന്നല്ല, നിങ്ങൾ റിലാക്സ് ചെയ്തോളൂ, ഇനിയും വരും. പക്ഷെ എമൗണ്ട് ഈ ട്രിപ്പ് 1111 എന്നുള്ള ഈ മെഡിറ്റേഷൻ ഫീസ് ഇന്നത്തെ ദിവസത്തിന് മാത്രം ഫിക്സ് ചെയ്തതാണ്. കാരണം ഇന്നലെ ഇത് നിർത്തിയതായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞല്ല, ഈ ദിവസം കൂടി ഇരിക്കട്ടെ, കാരണം ഒരു മാജിക്കൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ച്. നാളെ മുതൽ ഇതല്ല മെഡിറ്റേഷൻ, നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഇനി അടുത്ത മെഡിറ്റേഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് എനിക്കറിയില്ല, അടുത്ത ബാച്ച് എപ്പോൾ തുടങ്ങുന്നത് അറിയില്ല, അപ്പോഴും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ഈ ഓഫർ കിട്ടില്ല. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം ചെയ്യാം. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് സോറി, ഒരു രക്ഷയില്ല. കാരണം നിങ്ങൾ നാളെയാണ് ഇത് കാണുന്നത്, ഇന്ന് ഓൾറെഡി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരിച്ച് നമ്മുടെ വാട്സപ്പ് ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് സെഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് ലൈവ് സെഷനിൽ വരിക. ഇത് ഫ്രീ സെഷനാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം പലർക്കും അതൊരു ഡൗട്ടുണ്ട്, സാറേ അതിനകത്ത് ഫീസ് തന്നിട്ടല്ലേ വൈകിട്ട് സൂം സെഷനിൽ കയറുന്നത്. അങ്ങനെയൊന്നുമില്ല. ഈ സെഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പെയ്ഡ് സെക്ഷൻ നമുക്ക് ഒരുപാടുണ്ട്, പെയ്ഡും ഉണ്ട്, മെഡിറ്റേഷനൊക്കെ പെയ്ഡാണ്. അതുപോലെ ഒരുപാട് പെയ്ഡ് സെക്ഷൻസ് ഉണ്ട്. ഇത് ഫ്രീ ആണ്. ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തെങ്കിലും ആഡ് ചെയ്യണമുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബാക്കിയുള്ള റിലാക്സ് ചെയ്യുക, എല്ലാവരും മെഡിറ്റേഷൻ തയ്യാറാവുക. മെഡിറ്റേഷൻ വരുന്നതിന് മുമ്പ് എല്ലാവരും നല്ലതായിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തോളുക. എന്നാൽ ഇന്നത്തെ മെഡിറ്റേഷൻ നമുക്ക് വാട്ടർ ആണ്, ജല ധ്യാനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളം മുമ്പിൽ കൊണ്ടുവയ്ക്കുക. സ്റ്റീൽ ഈ ഗ്ലാസ്സിൽ തന്നെ കൊണ്ടുവരിക. കുടിക്കാനുള്ള വെള്ളം വേറെയും കൊണ്ടുവരിക. അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ധ്യാനം ചെയ്യാം. ഇത്രയും മതിയല്ലോ, വേറെ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഞാൻ ജോയിൻ ചെയ്യാൻ നോക്കി, ഗൂഗിൾ പേ നമ്പർ ഒന്നും വേണമെന്ന് ഞാൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നിങ്ങളിൽ ഉണ്ടല്ലേ. പിന്നെ അതുപോലെ എല്ലാവരോടും ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലേക്കാണ് ഇതിൻ്റെ റൈറ്റപ്പുകളൊക്കെ ഇനി ഫേസ്ബുക്കിലാണ് കൂടെ വരുന്നത്. അവിടെ നല്ല ക്വിസ് കോമ്പറ്റീഷനും മറ്റ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലിങ്ക് ഞാൻ യൂട്യൂബിൻ്റെ താഴെയും കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഫേസ്ബുക്കിൽ പോവുക, നിങ്ങൾ ആ കമൻറ്റ് ചെയ്യുക. നല്ല സമ്മാനങ്ങളൊക്കെ ഇതിലുള്ള പരിപാടികൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് റീച്ച് കൂടുതൽ വരണം നമുക്ക് എന്നുള്ള കണ്ടീഷൻ കൊണ്ട് തന്നെയാണ്. നമുക്ക് കൂടുതൽ ആൾക്കാർ എത്തുള്ളൂ.
അപ്പോൾ അവിടെയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഈ വീഡിയോസ് ഒന്നും അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, യൂട്യൂബിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും മാത്രമേ ഇന്നത്തെ ദിവസം നമുക്ക് സംസാരിക്കാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നവർ അങ്ങനെ വരാം, അല്ലാത്തവർക്ക് റിലാക്സായി പോയി കിടന്നുറങ്ങാം. കുറച്ചും കൂടി പഠിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, പഴയ വീഡിയോസ് ഒന്നുകൂടി കാണാം. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിൽ കിടക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഇപ്പൊ പറയാം, മെഡിറ്റേഷൻ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തോളൂ. ഞാൻ ഇപ്പൊ ഒരു 2 മിനിറ്റ്സിൽ എൻഡ് ചെയ്യും. യെസ്, താങ്ക് യു ആൾ, താങ്ക് യു വെരി മച്ച്. അൺമ്യൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്തിരുന്നു. താങ്ക് യു സർ. സാർ ഇത് ആപ്പിലാണ് ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത്? താങ്ക് യു സർ. സാർ യെസ്, മെഡിറ്റേഷൻ ആപ്പിലാണ് ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ആരാ പറഞ്ഞ ആപ്പിലാണ് ചെയ്തത്? സൂമില് തന്നെയാ? സൂം തന്നെ, ലൈവ് തന്നെ. അതെന്താ നിങ്ങൾ ഞാനിവിടെ പറയുന്നത് പകുതി മാത്രം കേൾക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ മുമ്പും പിറകും കേൾക്കാതെ ആ ഒരു പോർഷൻ കേട്ട് കഴിഞ്ഞാലാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ ഇന്ന് 2-3 പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ കയറിയപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. ഒരു ഇത് പറഞ്ഞു. ഒന്നാമത് 2020 പങ്കെടുത്തവരാണ്. അതിനകത്ത് ഓൾറെഡി ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ റെക്കോർഡ് മുഴുവൻ ഇട്ടിട്ടുണ്ട് 3 ആൾക്കാർക്ക്. അത് ചോദിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും 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 അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് മുകളിലോട്ടും താഴോട്ടും നോക്കിയിട്ട് ഇതല്ലേ മാറ്റം ഉണ്ടാക്കുന്നത്? ചോദിക്കുന്നവരോട് ഒരാളെന്നല്ല, തൊട്ട് മുകളിൽ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും താഴെ വന്ന് വീണ്ടും ചോദിക്കണം, സാറേ ഒന്ന് ലിങ്ക് അയച്ചു തരും. ഇങ്ങനെ ഞാൻ 200-300 ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ലിങ്ക് തരാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ അവസ്ഥ എന്താവും? ഓരോന്നും ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒന്നും ചോദിക്കും, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയല്ലോ മുകളിലോട്ട് താഴെ എന്താ അവിടെ ഉള്ളത്. വേണ്ടാത്ത ഗ്രൂപ്പിൽ നിങ്ങൾ നിൽക്കേണ്ടെന്ന്, എക്സിറ്റ് ചെയ്ത് പോകും. എന്തിനാണ് ഫോണിന്റെ ലോഡ് കളയുന്നത്? വേണ്ടുന്ന ഗ്രൂപ്പിൽ മാത്രം നിൽക്കൂ, എല്ലാം വേണ്ടുന്നത് മാത്രം ചെയ്യൂ, വേണ്ടാത്തതെല്ലാം കയറി ചെയ്യല്ലേ. എല്ലാം വേണം, പക്ഷെ ഒന്നും പ്രാക്ടീസ് ചെയ്യില്ല. ഇതൊരു ആവശ്യമുള്ള. സാർ ഹലോ സാർ. സാർ ഞാൻ സോഫിയാണ്. എന്റെ മൊബൈലില് ഡിസ്പ്ലേ പോയപ്പോഴത്തേക്ക് മൊത്തം വാട്സപ്പും പോയി എനിക്ക്. അപ്പൊ 2020 ആ ഒരു ഇത് എന്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് അയച്ചു തന്നേ പറ്റുമോ ഗ്രൂപ്പില്? എന്റെ ഇല്ല, മുകളിലോട്ട് നോക്കാനില്ല, താഴോട്ട് നോക്കാനില്ല, മൊത്തം വാട്സപ്പ് പോയത് കൊണ്ടാണ്. അല്ല, ഓക്കെ, ശരി ശരി, സമ്മതിച്ചു. ഇത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഓക്കെ. അപ്പൊ അത് പറയുമ്പോൾ ഫുള്ളായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് പറഞ്ഞിരുന്നെങ്കിലോ ഈ വിഷയം ഉണ്ടാവുമല്ലോ. ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. വ്യക്തവും എന്താണ് ഞാൻ ഇന്റൻഷനിൽ പഠിപ്പിച്ചത്? നിങ്ങൾ എന്തു പറയുന്നുവോ അതിന് വ്യക്തതയും ശക്തതയും ഉണ്ടാവണം. ഇത് പകുതി മാത്രമേ പറഞ്ഞുള്ളൂ, അപ്പൊ ആർക്കും അറിയില്ല. ഇതാണ് കോറായിട്ട് ഹാപ്പിനെസ് ജേർണി പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ വ്യക്തത വരുത്തുക, അപ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തത വരും. നിങ്ങളുടെ വാക്കുകൾ വ്യക്തത വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും നിങ്ങളിലുള്ള വ്യക്തത ഉണ്ടാകും. ഇതില്ലെങ്കിൽ ഇതെല്ലാം കയ്യിൽ നിന്ന് പോകും. ഇതാണ് ഞാൻ പഠിപ്പിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, കിട്ടിയോ? ഇപ്പൊ കിട്ടിയോ? സോഫിക്ക് കിട്ടിയോ? കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ഷെയർ ചെയ്ത് തരാം, എന്നിട്ട് സേവ് ചെയ്ത് വെച്ചോളൂ. വേറെ സ്ഥലത്ത് ഇനിയിപ്പോ ആ ഗ്രൂപ്പ് ഡിസ്പോസ് ചെയ്യും കേട്ടോ. ഓക്കെ സാർ. സൂക്ഷിച്ചു വെച്ചോളൂ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഫൈൻ. ശരി, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മറ്റ് ക്ലാസ്സിലേക്ക് പോകേണ്ട സമയമായി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ. പോയില്ല. പറഞ്ഞോ ഗീത. കഴിഞ്ഞ ദിവസം നമ്മളെ 3 ദിവസത്തെ മെഡിറ്റേഷൻ ചെയ്ത് 2ാമത്തെ ദിവസം എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി പോയായിരുന്നു. 2 മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ അകത്ത് എന്താണ് സാധനം പോയതാണ്. അത് ശനിയാഴ്ച ആയതുകൊണ്ട് പറ്റില്ല, ഇനി തിങ്കളാഴ്ച പറ്റുള്ളൂ എന്ന് പറഞ്ഞു വിട്ടെന്നെ. ശരിക്കും ഞാൻ കരഞ്ഞ് സങ്കടപ്പെട്ടു പോയി. അന്നേരം കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയേനെ. പക്ഷെ എനിക്ക് വീട്ടിൽ വന്നിട്ട് ഞാൻ വെറുതെ കുത്തിയിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ ക്ലാസ് കേട്ടേ പറ്റൂ, അതുകൊണ്ട് എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്കത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കുത്തിയിട്ടു. ഒരു ഒറ്റ മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ കീ ശബ്ദം കേട്ടു. എന്റെ ഫോൺ ഓൺ ആയി. ശരിക്കും പറഞ്ഞാൽ അത് 2 കടയിൽ കൊണ്ടുവന്നിട്ട് ഒരു പറഞ്ഞത് അഴിച്ചു നോക്കാതെ പറ്റില്ല, അത് പോയി
എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്വിച്ച് പോയിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് 3 ക്ലാസ് കേൾക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ആ അഫർമേഷൻ പറഞ്ഞതിനകത്ത് ഫസ്റ്റ് എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടി പിടിക്കാനായിട്ടൊരു സാലറി സർട്ടിഫിക്കറ്റ് വേണം. സാലറി സർട്ടിഫിക്കറ്റ് ആരും തന്നെ തരൂല്ലല്ലോ. ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ സാലറി സർട്ടിഫിക്കറ്റ് തരാൻ മടിയാണ്. കാര്യം എന്തെങ്കിലും ഗുൽമാല ഒപ്പിച്ചെങ്കിലോ എന്നുള്ള പേടിയാണ്. പക്ഷെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് അഫർമേഷൻ അതായിരുന്നു. എനിക്ക് ആ ചിട്ടി പിടിക്കാനുള്ള സാലറി സർട്ടിഫിക്കറ്റ് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എനിക്ക് കിട്ടണം. ഇന്ന് വെറുതെ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ വെറുതെ എന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാന് പെട്ടെന്ന് മനസ്സിൽ ഓർത്തത് എന്ന് ചോദിച്ചാലോ, കിട്ടിയ ഊട്ടി എന്ന് വിചാരിച്ച് ജസ്റ്റ് സംസാരിച്ചു. ടീച്ചർ ഓക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാന് സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്റെ ഫസ്റ്റ് അഫർമേഷൻ അതായിരുന്നു. ഉറപ്പായിട്ടും ടീച്ചർ സമ്മതിക്കുന്ന ഒരു പ്രതീക്ഷയില്ലാതെ വെറുതെ ടീച്ചർ എന്നോട് ഇങ്ങോട്ട് വിളിച്ചതാ. ഞാൻ അങ്ങോട്ടും വിളിച്ചതല്ല, വെറുതെ കുശലം പറയാൻ വിളിച്ചതാ. അപ്പൊ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടി. ഇനിയിപ്പോ ഞാനൊരു 3-4 കൂടെ അതിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സക്സസ് ആകും. നമ്മളെ ഈ 7 ദിവസത്തെ ഇത് മെഡിറ്റേഷൻ കഴിയുമ്പോൾ ഉറപ്പായിട്ടും എനിക്കത് സക്സസ് ആയി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അന്നേരം അത് പറയാം. താങ്ക് യു വെരി മച്ച്. യൂണിവേഴ്സിന്റെ കൂടെ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറിയോ, അതായത് നമ്മളോട് ഒരാൾ ഗ്രാറ്റിറ്റ്യൂഡോട് പെരുമാറുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിനെ തിരിച്ചു കൊടുക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്ന സംഭവം. വെരി ഗുഡ്. അപ്പൊ ആ ഫോൺ തന്നെ ഇനിയും 7 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യട്ടെ. ആ ഫോണിന് എല്ലാവിധ ഫോണിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓൺ സ്വിച്ച് ഇല്ല ഇപ്പം. പക്ഷെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ തമ്പ് വെച്ച് സംഭവം ഓൺ ആക്കുന്നത് ചെയ്തു വെച്ചായിരുന്നു. അത് അറിയാതെ പറ്റിയതാ, എനിക്കത് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയോ മാറ്റി വന്നപ്പോഴത്തേക്ക് തമ്പ് വെക്കാനുള്ള ഓപ്ഷൻ വന്ന് ഞാൻ വെറുതെ തമ്പ് വെച്ചു കൊടുത്തു. ഇപ്പൊ അത് തമ്പ് വെച്ചാൽ ഓൺ ആകും. അപ്പൊ ഈ സ്വിച്ച് ഇല്ലെങ്കിൽ പോലും ഞാൻ ഇതേലോട്ട് തൊടുന്നുണ്ടെ തമ്പ് വെക്കേണ്ടത് ഓൺ ആയി വരും. ആ തമ്പ് കൊണ്ട് എന്റെ ഫോൺ ഓൺ ആകുന്നു. ഇനിയിപ്പൊ ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഫോൺ കൊണ്ട് കടയിൽ കൊടുക്കാന്ന് വിചാരിക്കുന്ന ആ സ്വിച്ച് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാല് ഞാൻ വളരെ എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും ഒന്ന് ലവ് ഷെയർ ചെയ്തേ. എല്ലാവരും ലവ് ഒന്ന് ഷെയർ ചെയ്തേ. സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. എന്താണ് അജിതക്ക് എന്താ പറയുക? പെട്ടെന്ന് അജിത പെട്ടെന്ന് പറഞ്ഞു. കേൾക്കാമോ? പറ. കേൾക്കാമോ? ഞാൻ ആ 2020 മെഡിറ്റേഷനില് ഒരു 4-5 അഫർമേഷൻസ് ഇന്റൻഷൻ 4-5 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് ആദ്യത്തേത് ഹസ്ബൻഡിന് അസുഖമായിരുന്നു, അതുകൊണ്ട് വേഗം തന്നെ അസുഖം മാറണേ, അപ്പൊ ഹോസ്പിറ്റലിൽ അധികം കിടക്കേണ്ടിയൊന്നും വരരുത് എന്നുള്ള ഇതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അത് 3 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് അസുഖം മാറി എന്നുള്ളതാണ്. അതായത് തീരെ നടക്കാൻ വയ്യായിരുന്നു, ഇപ്പൊ സുഖമായിട്ട് നടക്കാം. ഭക്ഷണം കഴിക്കില്ലായിരുന്നു, ഇപ്പൊ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അങ്ങനെയുള്ള വലിയൊരു നല്ലൊരു മാറ്റാണ്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാനൊരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്ന അതിപ്പോ എല്ലാ ദിവസവും ആൾക്കാര് എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതൊരു വലിയ നല്ല കാര്യമാണ്. പിന്നെ ഭയങ്കര ഒരു വലിയൊരു ഇതുണ്ടായെന്ന് വെച്ചാൽ ഈ മെഡിറ്റേഷന് ചിന്മുദ്ര ഇങ്ങനെ വെക്കുമ്പോ തന്നെ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മാതിരി ഭയങ്കര എനർജിയാ, ഇങ്ങനെ വിരലിൽ കൂടി ഇങ്ങനെ എനർജി ഇങ്ങനെ കടന്നുകൊണ്ട് പോകുന്നു. പിന്നെ ഞാൻ ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അലാമൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അടുക്കളയിൽ കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു. അപ്പൊ ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ്, 2 മിനിറ്റ് മുമ്പ് ആരോ എന്റെ തോളിൽ ഇങ്ങനെ കൈവച്ച പോലെ, ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ തുടങ്ങാറായി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കൈ എന്റെ തോളത്ത് വെച്ച പോലെ, അങ്ങനെ ഒരു അനുഭവം. അപ്പൊ ഞാൻ ഇതെന്താന്ന് വെച്ചാൽ നോക്കുമ്പോ 9 ആവുമ്പോൾ വേഗം ഓടി വന്നു, ഇന്നലത്തെ കാര്യം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെ പറയാനായിട്ട് വേറെ വാക്കുകളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പറയാൻ വാക്കുകളില്ല. ആ ഫീലിങ്സ് അതുപോലെ കീപ്പ് ചെയ്യുക. ദൈവത്തിന്റെ എല്ലാവിധ
ഭാവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് തീരുമാനിക്കുന്നു. നമുക്കിപ്പോൾ പോവാം, ഇത് നിർത്താം. മറ്റേലേക്ക് വരണ്ടേ? എല്ലാവരും അവിടെ ഉണ്ടാവില്ലല്ലോ അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടാവില്ലല്ലോ. അതിലൊന്നും ലിങ്ക് ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് കട്ട് ചെയ്തോളൂ. അടുത്ത ലിങ്ക് ഇടാം കേട്ടോ. സെയിം ലിങ്ക് ആയാലും പറ്റില്ലല്ലോ. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു.